നമുക്ക് കോൺ വെച്ചിട്ട് ഒരു പരീക്ഷണം ആയാലോ? ഹേ ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസൂസ് സ്റ്റോക്ക്. കുറച്ച് നാളായി ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കോൺ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ്. ഇനിയെങ്കിലും അതിനെ മോചിപ്പിച്ചില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് ടാറ്റ പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് സംഭവം തുടങ്ങാം. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെന്തായാലും കമന്റ് ചെയ്തോ. നമുക്ക് നോക്കാതെ എന്തൊക്കെ വെറൈറ്റി പേരുകളാ വരണേന്ന്. അതൊക്കെ പോട്ടെ, ഈ കോൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ട്. ബൈ ദ വേ, നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കത്തി കുറച്ചധികം മുറിച്ച് കൂട്ടിയാൽ വളരെ നല്ലതായിരിക്കും. ഈ ഗാർലിക്കിനെ ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞു കിട്ടുന്ന പരിപാടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അപ്പൊ കോൺ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് കട്ട് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് അതിനകത്ത് കുറച്ച് ഗാർലിക് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കോൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന്റെ കൂടെ ചെറുതായിട്ടൊരു മധുരത്തിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. സംഭവം റെഡിയായി. ഇനി നമുക്ക് അതിനുള്ള സോസും കൂടെ റെഡിയാക്കാം. ഞാനിവിടെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ടൊമാറ്റോ കെച്ചപ്പും സ്പൈസി മായും കൂടിയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അതിന്റെ മീതേക്ക് കുറച്ച് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സംഭവം ഇവിടെ റെഡിയായി. അങ്ങനെ ഒരു മധുരവും എരിവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര ജ്യൂസി ടേസ്റ്റ് ആണ് ഇതിന്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസൂസ് സ്റ്റോക്ക്. ബൈ ബൈ. ബൈ ദ വേ, ഇതിന്റെ പേര് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.